നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ മേയർ MK വർഗീസ് BJP സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും ക്രിസ്തുമസ് കേക്ക് സ്വീകരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുന്നു. മേയർ കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്നും മേയർക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണെന്ന് VS സുനിൽകുമാർ. VS സുനിൽകുമാറിന്റേത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ. VS സുനിൽകുമാറിന്റേത് ബാലിശമായ വാദമാണെന്നും അതിന് വില കൽപ്പിക്കുന്നില്ലെന്നും മേയർ MK വർഗീസ്. വിഷയത്തിൽ VS സുനിൽകുമാറിന്റെ വാദം തള്ളി CPI കൗൺസിലർ I സതീഷ് കുമാർ. പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണെന്നും സതീഷ് കുമാർ. തൃശൂർ മേയറെ പിന്തുണച്ച CPIM നേതാവ് വർഗീസ് കണ്ടംകുളത്തി. മേയറോട് ചോദിക്കാതെ BJP നേതാക്കൾ വീട്ടിൽ പോകുന്നതും പബ്ലിസിറ്റി കൊടുക്കുന്നതും രാഷ്ട്രീയ പ്രക്രിയയാണെന്നും വേറെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും വർഗീസ് കണ്ടംകുളത്തി. കർഷകന്റെ ഓരോ ആവശ്യങ്ങൾക്കും സമരം ചെയ്യേണ്ട ദുർഗതിയാണ് കേരളത്തിലെന്ന് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ M മുകുന്ദൻ. ഡൽഹി കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സർക്കാർ തന്നെയാണ് കേരളത്തിലെ കർഷകരെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നതെന്നും M മുകുന്ദൻ. കുഴൽമന്ദം പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് കർഷക മാർച്ച്. കേരളശ്ശേരി തടുക്കശ്ശേരി വെണ്ണടിയിൽ കോറിക്ക് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തം. ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പഞ്ചായത്ത് ലൈസൻസ് നൽകിയതെന്ന് ആക്ഷൻ കൗൺസിൽ. ലൈസൻസ് റദ്ദാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ. വാർത്തകൾ വിശദമായി. BJP സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും തൃശൂർ മേയർ ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുന്നു. മേയർ കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. അതേസമയം VS സുനിൽകുമാറിന്റേത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞു. VS സുനിൽകുമാറിന്റേത് ബാലിശമായ വാദമാണെന്നും അതിന് വില കൽപ്പിക്കുന്നില്ലെന്നും മേയർ MK വർഗീസും പ്രതികരിച്ചു. വിഷയത്തിൽ VS സുനിൽകുമാറിന്റെ വാദം തള്ളി CPI കൗൺസിലർ I സതീഷ് കുമാർ. പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണെന്നും I സതീഷ് കുമാർ പറഞ്ഞു. വിഷയത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പ്രതികരിച്ചു. VS സുനിൽകുമാറിൻ്റേത് വെറുപ്പിന്റെ രാഷ്ട്രീയം. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് സുനിൽകുമാറിന്റെ ഇപ്പോഴത്തെ ശ്രമം. വെറുപ്പിന്റെ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്നത് ഒട്ടും ശരിയല്ലെന്നും സുനിൽകുമാർ തൃശൂരിലെ കലിയുടെ അവതാരമാണെന്നും KK അനീഷ് കുമാർ പ്രതികരിച്ചു. ആർച്ച് ബിഷപ്പ് ശ്രീ മാർ ആൻഡ്രൂസ് താഴത്തിനെയും അതേപോലെ തന്നെ മേയറെയും കാണാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അവരെ പോയി കണ്ടു, കേക്ക് കൊടുത്തു. ഞങ്ങളുടെ സ്നേഹയാത്രയുടെ സന്ദേശമാണ് ഞങ്ങൾ അവിടെ പ്രകടിപ്പിച്ചത്. അതിലൊരു രാഷ്ട്രീയവുമില്ല എന്നുള്ള കാര്യം ശ്രീ K സുരേന്ദ്രനും അതുപോലെ തന്നെ മേയറും വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. പത്രക്കാരുടെ സാന്നിധ്യത്തിലാണ് മേയറുടെ വീട്ടിൽ ചെന്നതും കേക്ക് കൊടുത്തതും കേക്ക് സ്വീകരിച്ചതും. ഇതിന്റെ പിന്നിൽ സ്നേഹയാത്രയുടെ സന്ദേശം മാത്രമാണ് ഉള്ളത്, അല്ലാതെ അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഞങ്ങൾ കാണുന്നില്ല. ഈ സുനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ തൃശ്ശൂര് പല തരത്തിലുള്ള കുത്തിത്തിരിപ്പ്, വെറുപ്പിന്റെ രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള സ്നേഹവും സാഹോദര്യവും ക്രിസ്മസ് ദിനത്തിൽ അത് ഉദ്ഘോഷിക്കേണ്ടതിന് പകരം ഇത്തരത്തിലൊരു വെറുപ്പിന്റെ രാഷ്ട്രീയം അദ്ദേഹം വെച്ചു പുലർത്തുന്നത് അതൊട്ടും ഉചിതമായില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. വിഷയത്തിൽ തൃശൂർ മേയറും മറുപടിയായി രംഗത്തെത്തി. ക്രിസ്മസ് ദിവസം താൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. BJPക്കാർ എൻ്റെ അനുവാദം ചോദിച്ചല്ല വന്നത്. ക്രിസ്മസ് ദിവസം എല്ലാവരും സ്നേഹം പങ്കിടും. എൻ്റെ വീട്ടിലേക്ക് ക്രിസ്മസ് ദിവസം ഒരു കേക്കുമായി സ്നേഹം പങ്കിടാൻ ആരെങ്കിലും വന്നാൽ വീടിനകത്ത് കയറരുതെന്ന് താൻ പറയില്ലെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. സുനിൽകുമാറിന് എന്തും പറയാം. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് തെറ്റാണെന്നും BJPക്കാർ ആസൂത്രിതമായി വന്നതാണോ എന്ന് അവരോട് ചോദിക്കണമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. അത് ചോദിക്കേണ്ടത് അവരോടാണ്. നിങ്ങൾ ആസൂത്രിതമായിട്ടാണ് വന്ന് ഉള്ളത്. ഞാൻ എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും സമാധാനമായി ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത്, ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്നെനിക്ക് പറയാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പോൾ അവർ വന്നു, എനിക്കൊരു കേക്ക് തന്നു. ഒരു കേക്ക് ഞാൻ ദൈവത്തിനും കൊടുത്തു. ഇതാണോ തെറ്റ്? വിഷയവുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാറിനെ തള്ളി CPI കൗൺസിലറും രംഗത്തെത്തി. ഒരു രാഷ്ട്രീയ നേതാവ് വീട്ടിൽ വരുന്നതിനോട് ഒന്നും ചെയ്യേണ്ടതില്ല. മേയർക്ക് BJPയുടെ അനുഭവമുള്ളതായി തോന്നിയിട്ടില്ല.
പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണെന്നും CPI കൗൺസിലർ കെ സതീഷ് കുമാർ പറഞ്ഞു. അതെ, അതിലെ കാര്യം ഇതൊരു പ്രാദേശിക സർക്കാരാണ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ തൃശ്ശൂരിൽ കോർപ്പറേഷൻ്റെ മുഴുവൻ ചാർജുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് സഖാവ് UP ജോസഫാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇത് ഇന്നലെ മറ്റേ ഉണ്ടായത് തോന്നുന്നു സുരേന്ദ്രൻ വന്ന കാര്യം. ശ്രീ സുരേന്ദ്രൻ വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഒരു ചർച്ചാ വിഷയമായി വന്നിട്ടില്ല CPIയിൽ. അപ്പോൾ സുനിൽകുമാർ പറഞ്ഞു എന്ന് മാത്രം കൊണ്ടാവില്ല. തൃശ്ശൂരിലാവുമ്പോൾ അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ അതിന് വ്യക്തമായൊരു നിലപാടെടുക്കുമ്പോഴേ CPIയുടെ അഭിപ്രായമാവുള്ളൂ. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ക്രിസ്തുമസ് കേക്ക് സ്വീകരിച്ച വിഷയത്തിൽ തൃശൂർ മേയറെ പിന്തുണച്ച് CPIM നേതാവും രംഗത്തെത്തി. BJP നടത്തിയത് വിഭജനത്തിന്റെ തന്ത്രമാണെന്നും അവർ ആഗ്രഹിക്കുന്നത് പോലെ ആരും BJPയിലേക്ക് പോകില്ലെന്നും CPIM നേതാവും കൗൺസിലറുമായ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. ഒരു ടാർഗറ്റ് വെച്ചുള്ള നീക്കമാണ് BJP നടത്തുന്നത്. മേയറോട് ചോദിക്കാതെ BJP നേതാക്കൾ വീട്ടിൽ പോകുന്നു, അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നു. അതെല്ലാം രാഷ്ട്രീയ പ്രക്രിയയാണ്, വേറെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. മേയറെ BJPക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ BJP രാഷ്ട്രീയം BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് രാജ്യത്ത് വർഗീയത പടർത്തുന്ന രാഷ്ട്രീയമാണ്, വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ അകത്ത് വേണ്ടത്ര വില പോയിട്ടില്ല. അപ്പോൾ വില പോകുന്നതിനാവശ്യമായ തന്ത്രം അവർ പയറ്റും. അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. മേയറെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം എന്ന രീതിയിൽ ഇതിൻ്റെ അകത്തെങ്ങാനും വീണ് കിട്ടിയാലോ? രാഷ്ട്രീയ പ്രക്രിയയിൽ അവർ ചെയ്യണേ. സുരേന്ദ്രൻ BJPയുടെ സ്റ്റേറ്റ് ഭാരവാഹിയാണ്. അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് വെച്ച് അദ്ദേഹത്തിനെ മേയറോട് ചോദിക്കാതെ മേയറെ വീട്ടിൽ പോവുക, കാണുന്നു, കണ്ട വിഷയം പരസ്യം ചെയ്യുക. പരസ്യം ചെയ്ത് അതിൻ്റെ അകത്തൊരു ക്ലിക്ക് കിട്ടിയാലോ? ഒരു ഗുണകരമായ കേരളശ്ശേരി തടുക്കശ്ശേരി വെണ്ണടിയിൽ കരിങ്കൽ ക്വാറിക്ക് പഞ്ചായത്ത് ലൈസൻസ് നൽകിയതിനെതിരെ വെണ്ണടി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആക്ഷൻ കൗൺസിൽ കൺവീനർ സജൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. കരിങ്കൽ ക്വാറിക്കെതിരെ ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വന്ന വിധിയിൽ പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും പരിശോധിക്കാതെ പഞ്ചായത്ത് നൽകിയ ലൈസൻസ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെണ്ണടി ആക്ഷൻ കൗൺസിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പ്രതിഷേധ ധർണ ആക്ഷൻ കൗൺസിൽ കൺവീനർ സജൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബിനോയ് CG അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റീന മാത്യു, K ഗോപാലകൃഷ്ണൻ, P സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. ധർണയിൽ 80ഓളം പ്രദേശവാസികൾ പങ്കെടുത്തു. വീട് വെച്ച് കഴിയുന്ന ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ ലോൺ എടുത്താൽ 15 വർഷം കൊണ്ട് 50 ലക്ഷം അടക്കണം. ഞങ്ങളത് കോറിക്കാരും വന്ന് പൊട്ടിച്ചിട്ട് പോയാൽ അവർ പണം കൊണ്ടുപോകും. ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞങ്ങൾ ജപ്തി ചെയ്യപ്പെട്ട് ഞങ്ങൾ പുറത്തിറങ്ങേണ്ടി വരും. നിങ്ങളൊക്കെ തന്നെ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ദയവോടെ ഞങ്ങളോട് ദയ കാണിച്ച് ഈ കോറി ലൈസൻസ് റദ്ദാക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്ന് വീണ്ടും നിങ്ങളോട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ വാർഷിക സമ്മേളനത്തിന് തൃത്താല യജ്ഞേശ്വരത്ത് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ലളിത സഹസ്രനാമാർച്ചനയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 11ാമത് വാർഷിക സമ്മേളനത്തിനാണ് തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ തുടക്കമായിരിക്കുന്നത്. 3 ദിവസങ്ങളായാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് കാശിബ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ആചാര്യ MR രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 5 വർഷം മുൻപ് കാശിബ വേദ റിസർച്ച് ഫൗണ്ടേഷൻ, കാശിബ വേദ പാഠശാല ഞാൻ ബാലുശ്ശേരിയിൽ ആരംഭിക്കുമ്പോൾ ഞാൻ നേരിട്ട എതിർപ്പുകളുണ്ട്. അതിന്റെ വളർച്ചയിൽ ഇന്നുവരെ ഞങ്ങൾ എതിർപ്പ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പുകളെല്ലാം നിശ്ചലമായി പോയി. കാരണം ഇത് ഞാനുണ്ടാക്കിയ ഒരു സംഗതിയല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഇത് ആചാര്യന്മാരുണ്ടാക്കിയതല്ലേ, പരമ്പരയായിട്ടുണ്ടായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അസാധാരണമായ ഒരു തപശക്തിയാൽ ഉതിർന്നു വീണിട്ടുള്ളതാണ് നമ്മുടെ ഈ ധർമ്മം എന്നത്.
ഞാനതിന് ഹിന്ദു ധർമ്മം എന്നൊന്നും വിളിക്കാറില്ല. ഞാൻ ആര്യധർമ്മം എന്ന് വിളിക്കും, വൈദിക ധർമ്മം എന്ന് വിളിക്കും, സനാതന ധർമ്മം എന്നൊക്കെ വിളിക്കാറുണ്ട്. അതെന്തോ ആവട്ടെ, ഈ ധർമ്മത്തെ അങ്ങനെ ഒരു വലിയ എതിർപ്പായിരുന്നു. എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് വേദമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ നാട്ടിലൊക്കെ ഒരു വലിയ ചർച്ചയുണ്ടായി. അതായത് നമ്പൂരിയുടെ മകൻ ക്രിസ്തുമതം സ്വീകരിച്ചു, വേദം പഠിക്കാൻ പോകുന്നു. വേദം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ്. അതിൽ നിന്ന് ഞങ്ങളതല്ല, രാഷ്ട്രീയം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ആര് ബദിരകർണങ്ങളിലേ അത് പതിക്കുള്ളൂ. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ TK വിനയഗോപാൽ അധ്യക്ഷനായി. മുരളി യജ്ഞേശ്വരം, ഹരിദാസ് കുണ്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആധ്യാത്മിക സമ്മേളനം, മാതൃസമ്മേളനം, യുവജന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവയാണ് ഉണ്ടായിരിക്കുക. വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ലളിത സഹസ്രനാമാർച്ചനയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ആചാര്യ വത്സല മേഴത്തൂർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കർഷകന്റെ ഓരോ ആവശ്യങ്ങൾക്കും സമരം ചെയ്യേണ്ട ദുർഗതിയാണ് കേരളത്തിലെന്ന് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ M. മുകുന്ദൻ പറഞ്ഞു. കുഴൽമന്ദം പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭരിച്ച് കൃഷിഭവനിൽ നെല്ല് സപ്ലൈകോന് കൊടുത്തിട്ട് ഏകദേശം 3 മാസം ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 മാസം വെയിറ്റ് ചെയ്തിട്ടും ഒരാൾക്ക് പോലും ഇത്രയും കാലമായിട്ട് പൈസ കൊടുക്കാമെന്ന് നമുക്കാണ്. അതിനെതിരെയുള്ള ഒരു സമരമാണ് നമ്മൾ കൂടെ നടത്തുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് നെല്ല് സംഭരിക്കണമെങ്കിൽ, നെല്ല് രജിസ്ട്രേഷൻ തുടങ്ങണമെങ്കിൽ സമരം, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നെല്ല് സംഭരിക്കാൻ സമരം, നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ PRS കിട്ടാൻ സമരം, PRS കിട്ടിയാൽ പൈസ കിട്ടാൻ നിരന്തരം സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് കർഷകർ ഇപ്പോൾ. ഈ കർഷകന് കൊടുക്കേണ്ട പൈസ, രജിസ്ട്രേഷൻ, PRS, സംഭരണ വില എന്നിവയ്ക്കെല്ലാം കർഷകർ സമരം ചെയ്യേണ്ട അവസ്ഥയാണ്. കർഷകരെ കാണുമ്പോൾ നൽകുന്ന വാഗ്ദാനത്തിന് വിരുദ്ധമായാണ് സർക്കാർ നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ കർഷകർക്ക് ലഭിക്കേണ്ട വില ലഭിക്കുന്നില്ല. ഡൽഹി കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സർക്കാർ തന്നെയാണ് കേരളത്തിലെ കർഷകരെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സർക്കാരിന് മുന്നറിയിപ്പാണ്. സർക്കാർ തെറ്റുതിരുത്തിയില്ലെങ്കിൽ കർഷക പ്രതിഷേധം എന്തെന്ന് സർക്കാർ തിരിച്ചറിയുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത കർഷക റാലിക്കും ഉപവാസ സമരത്തിനും ജനറൽ കൺവീനർ MC മുരളീധരൻ, ഭാരവാഹികളായ C. ബോസ്, അശോകൻ മാസ്റ്റർ, സജീഷ് കുത്തനൂർ, ശിവാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ വിംഗ് കൺവെൻഷനും ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ഡിസംബർ 28 ശനിയാഴ്ച നടക്കും. KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് KVVES പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ വിംഗ് കൺവെൻഷനും ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും പുതുവർഷ കലണ്ടർ കേക്ക് വിതരണവും ഡിസംബർ 28 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പട്ടാമ്പി വ്യാപാര ഫൗണ്ടേഷനിൽ നടക്കുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ KVS ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 10 കൺവെൻഷൻ തുടങ്ങും. തുടർന്ന് 11 മണിക്ക് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും. തൃശൂരിലെ എയിംസ് ഇൻഷുറൻസ് കമ്പനിയുമായി പ്രവർത്തിച്ചാണ് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ നമ്മുടെ പട്ടാമ്പി യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും പുതുവർഷത്തിൻ്റെ ഭാഗമായിട്ട് കലണ്ടറും അതുപോലെ തന്നെ കേക്ക് വിതരണവും അത് നാളെ കാലത്ത് 11 മണിക്ക് വ്യാപാര ഫൗണ്ടേഷൻ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിക്കും. അതോടൊപ്പം തന്നെ വനിതാ സംരംഭകരായിട്ടുള്ള നമ്മുടെ വ്യാപാര വ്യവസായിയിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വനിതാ കൂട്ടായ്മ നിലവിലുണ്ട്. അത് പുനഃസംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടന്നു. അതിലൊക്കെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് ഒരു പ്രതിവർഷം 500 രൂപ മാത്രം വാങ്ങിക്കൊണ്ട്. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, ജനറൽ സെക്രട്ടറി R. സന്തോഷ്, ട്രഷറർ KA. അബുലൈസ്, ഹനീഫ പറക്കാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് കണ്ടെത്താൻ മിന്നൽ പരിശോധനയുമായി പട്ടാമ്പി പോലീസ്. പരിശോധനയിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ.
2024 മദ്യപിച്ച് വാഹനം ഓടിച്ചവർക്കെതിരെ 391 കേസുകളാണ് പട്ടാമ്പി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ബസ് ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടാമ്പി പോലീസ് കാലത്ത് മിന്നൽ പരിശോധന നടത്തിയത്. ആൽക്കോമീറ്റർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ മദ്യപിച്ചതായി കണ്ടെത്തുകയും ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡ്രൈവർമാർ മദ്യപിച്ച വാഹനം ഓടിച്ചു സംഭവിക്കുന്ന വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തുടർന്ന് വരുന്ന നടപടികളുടെ ഭാഗമായാണ് പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിലാണ് പോലീസ് പരിശോധന നടത്തിയത്. 2024 വർഷത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചവർക്കെതിരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ 391 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും വരും ദിവസങ്ങളിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കണ്ടെത്തുന്നതിന് വ്യാപകമായി പരിശോധനകൾ തുടരുമെന്നും ഇത്തരത്തിൽ വാഹനമോടിക്കുന്ന ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI മണികണ്ഠൻ, പ്രൊബേഷൻ SI ശ്രീരാഗ്, ASI ട്രെയിനി രംഗരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പുതുവത്സരം ലക്ഷ്യമാക്കി ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലെത്തിച്ച മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിൽ. ഒറ്റപ്പാലം അനങ്ങനടി, അമ്പലവട്ടം, പനമണ്ണ, മൂലംകുന്നത്ത് ഇല്യാസ് മൊയ്തീനെയാണ് ഒറ്റപ്പാലം എക്സൈസ് സംഘം പിടികൂടിയത്. പിടികൂടിയ ലഹരി വസ്തുവിന് 1.5 ലക്ഷം രൂപയിലധികം വിലമതിക്കുമെന്നാണ് വിവരം. എക്സൈസിന്റെ വാഹന പരിശോധന മുൻകൂട്ടി അറിഞ്ഞ പ്രതി പരിശോധന മറികടക്കാൻ KSRTC ബസ്സിൽ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് ഇറങ്ങിയ ശേഷം നടന്നു പോകുമ്പോഴാണ് എക്സൈസിന്റെ പിടിയിലായത്. റോഡരികിലൂടെ നടന്നു പോകുന്നയാളെ കണ്ട് സംശയം തോന്നി എക്സൈസ് പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ NG അജയ്കുമാറും സംഘവും പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം എക്സൈസ് റേഞ്ചും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൽ അഴിമതി നിറഞ്ഞ വകുപ്പുകളായി തദ്ദേശ വകുപ്പും റവന്യൂ വകുപ്പും മാറിയെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു. റെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങളിലെ രജിസ്ട്രേഷനായി സർക്കാർ നടപ്പാക്കിയ K-സ്മാർട്ട് തികഞ്ഞ പരാജയമാണ്. പ്രവർത്തന രീതി പരിശോധിക്കാതെയും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പാക്കിയ K-സ്മാർട്ടിൽ ജനനം, മരണം ഉൾപ്പെടെ ഒന്നും രജിസ്റ്റർ ചെയ്യാനാകുന്നില്ലെന്നും പഞ്ചായത്തുകളിൽ മുന്നൊരുക്കവും പരിശോധനയുമില്ലാതെ K-സ്മാർട്ട് നടപ്പാക്കിയാൽ സ്ഥിതി വഷളാവുമെന്നും കെട്ടിട നിർമ്മാണത്തിന് വിഘാതമാവുന്നത് പ്രാകൃത നിയമങ്ങളാണ് എന്നും ഇത് ബോംബിട്ട് തകർക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. നടപ്പാക്കി അതിൻ്റെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി അത് തിരുത്തിയ ശേഷം ഇത് മുഴുവൻ സംസ്ഥാനത്തും നടപ്പാക്കുന്നതിന് പകരം ഒറ്റയടിക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ജനുവരി 1 മുതൽ ഇത് 2024 ജനുവരി 1 മുതൽ 87 നഗരസഭകളിലും ഇത് നടപ്പാക്കി. ഇന്നും അത് പല സംഗതികളും അത് നേരായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നു IKM-ന്റെ ആളുകൾ ഇവിടെയുണ്ട്. നിത്യേന പ്രശ്നങ്ങളാണ് ഓരോ സംഗതിയും. ഇപ്പോൾ K-സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. റിപ്പയർ ആണ് എന്നാണ് പറയുന്നത്. ഒരു ഡെത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു ബർത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല, ഒരു മാരേജ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ മൊബൈൽ ആപ്പിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇതാണ് ഈ K-സ്മാർട്ട്. ഇനിയിപ്പോൾ പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിക്കാൻ പോവുക. ഇനി ഏതാണ്ട് 1000 പഞ്ചായത്തുകൾ കൂടി ഈ K-സ്മാർട്ടിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഒരു സംഗതി എനിക്ക് 100% പറയാൻ സാധിക്കും, ഈ സംവിധാനമൊക്കെ എന്നോ ബോംബിട്ട് തകർക്കേണ്ട സമയം കഴിഞ്ഞു. ജില്ലാ പ്രസിഡന്റ് R. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ S. ബാബു, മച്ചുമോൻ AK, മുഹമ്മദ് നസീം, മനോജ് TP, രാധാകൃഷ്ണൻ M, ജില്ലാ ഭാരവാഹികളായ ശശികുമാർ കണ്ണാടി, P. ഉണ്ണികൃഷ്ണൻ, CK ചന്ദ്രശേഖരൻ, മധു V, പ്രഭു U എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും MT വാസുദേവൻ നായരെയും പാലക്കാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം അനുസ്മരിച്ചു. കഥാകൃത്ത് ശങ്കരനാരായണൻ, സാംസ്കാരിക പ്രവർത്തകൻ TR അജയൻ എന്നിവർ സംസാരിച്ചു. മലയാളത്തിൽ ആഴവും മാനവും കൈമുതലായുള്ള എഴുത്തുകാരുണ്ടെങ്കിലും തലമുറകളെ പ്രചോദിപ്പിച്ച എഴുത്തുകാർ വേറെയില്ല. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം MT വ്യക്തമായ ഇരിപ്പിടം സ്വന്തമാക്കി. നിരവധി പേരെ എഴുത്തിന്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ പാരമ്പര്യം MTക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കരുതെന്നും MTയുടെ നിലപാടായിരുന്നുവെന്നും ശങ്കരനാരായണൻ പറഞ്ഞു. എന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നു, വീട്ടിൽ വെച്ചിരുന്നു, എന്നെ കാണാൻ വരേണ്ടവർ വരട്ടെ. അങ്ങനത്തെ ഉറച്ച ബോധ്യങ്ങളുള്ളൊരു മനുഷ്യനായിരുന്നു. പിന്നെ അദ്ദേഹത്തിലെ എഴുത്തുകാരനെ കുറിച്ചും ചലച്ചിത്രകാരനെ കുറിച്ചും ഒന്നും
ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഭാഷയിൽ എം.ടിയേക്കാൾ വലിയ എഴുത്തുകാർ, എഴുത്തിന്റെ മാനം കൊണ്ടും ആഴം കൊണ്ടും ഒക്കെ എം.ടിയേക്കാൾ വലിയ എഴുത്തുകാർ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എം.ടിയെ പോലെ പ്രചോദിപ്പിച്ച ഒരു എഴുത്തുകാരൻ, ഇത്ര തലമുറകളെ പ്രചോദിപ്പിച്ച ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ പറയില്ല, ഇനി ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ നമ്മൾ വിട്ടു പോയിട്ടുള്ളൂ. ഓർമ്മകൾ എക്കാലത്തും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയങ്ങളെ എതിർത്ത ഇടതുപക്ഷം പോലും ഇന്ന് ലിബറൈസേഷൻ നയത്തിന് പിന്നാലെയാണെന്ന് മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചുകൊണ്ട് സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ P.A. വാസുദേവൻ പറഞ്ഞു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി മൻമോഹൻ സിംഗ് സ്വീകരിച്ച നയമാണ് കൂടുതൽ എതിർക്കപ്പെട്ടതും പിന്നീട് അംഗീകരിക്കപ്പെട്ടതും. വർത്തമാനത്തിലല്ല പ്രവൃത്തിയിലായിരുന്നു മൻമോഹൻ സിംഗ് ശ്രദ്ധിച്ചിരുന്നത്. ലോകം മുഴുവൻ സാമ്പത്തികമായി തകർന്നപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നത് മൻമോഹന്റെ സാമ്പത്തിക വൈദഗ്ധ്യത്തിലായിരുന്നുവെന്നും പ്രൊഫസർ P.A. വാസുദേവൻ പറഞ്ഞു. പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ച ഒരു കാലഘട്ടത്തിൽ അത് നടന്നിട്ടുമില്ല. കാരണം എക്കണോമിക്സിന്റെ തിയറികളിൽ പലതും ബിഹേവിയറൽ ശാസ്ത്രങ്ങൾക്ക് അതുവരെ പോകാൻ പറ്റും. അമർത്യാസെന്നെ പോലുള്ള ആൾക്കാർ സമ്മതിക്കുകയും അയാൾ ഡിഗ്രേഡ് ചെയ്യുകയും പിൽക്കാലത്ത് എടുത്തുകൊണ്ടേ ഇരുത്തുകയും വീണ്ടും വെച്ച് എഴുപ്പിട്ടിടുകയും ഒക്കെ ചെയ്ത് ഈ രാജ്യത്തുള്ളവരൊക്കെ തന്നെയാണ്. ഇയാളൊരു അക്കാഡമിഷ്യനാണ്. അതിലധികമാവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല. കാരണം അദ്ദേഹത്തിന് 91 ലിബറലൈസേഷൻ വന്ന സമയത്ത് ലിബറലൈസേഷൻ വന്ന സമയത്ത് ചിദംബരം ഉപയോഗിച്ച ഇദ്ദേഹത്തെയാണ്, നരസിംഹറാവു ഉപയോഗിച്ച ഇദ്ദേഹത്തെയാണ്. പിന്നെ വന്നു കഴിഞ്ഞ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായി 10 കൊല്ലം ഇരുന്ന കാലത്തിലും രണ്ടാമത്തെ ടേം അദ്ദേഹത്തിന് ഏറ്റവും അധികം വിഷമമുണ്ടായ കാലഘട്ടമാണ്. ഒരുപക്ഷെ ഇപ്പം പറഞ്ഞ എം.ടിയുടെ രണ്ടാം ഊഴത്തിൽ തിളങ്ങാൻ പറ്റാതെ പോയ പ്രധാനമന്ത്രി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീനേഷ്, P. ഹരിഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മേയർ M.K. വർഗീസ് BJP സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും ക്രിസ്തുമസ് കേക്ക് സ്വീകരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുന്നു. മേയർ കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്നും മേയർക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണെന്ന് VS സുനിൽകുമാർ. VS സുനിൽകുമാറിന്റേത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ. VS സുനിൽകുമാറിന്റേത് ബാലിശമായ വാദമാണെന്നും അതിന് വില കൽപ്പിക്കുന്നില്ലെന്നും മേയർ M.K. വർഗീസ്. വിഷയത്തിൽ VS സുനിൽകുമാറിന്റെ വാദം തള്ളി CPI കൗൺസിലർ I. സതീഷ് കുമാർ. പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണെന്നും സതീഷ് കുമാർ. തൃശൂർ മേയറെ പിന്തുണച്ച് CPIM നേതാവ് വർഗീസ് കണ്ടംകുളത്തി. മേയറോട് ചോദിക്കാതെ BJP നേതാക്കൾ വീട്ടിൽ പോകുന്നതും പബ്ലിസിറ്റി കൊടുക്കുന്നതും രാഷ്ട്രീയ പ്രക്രിയയാണെന്നും വേറെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും വർഗീസ് കണ്ടംകുളത്തി. കർഷകന്റെ ഓരോ ആവശ്യങ്ങൾക്കും സമരം ചെയ്യേണ്ട ദുർഗതിയാണ് കേരളത്തിലെന്ന് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ M. മുകുന്ദൻ. ഡൽഹി കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സർക്കാർ തന്നെയാണ് കേരളത്തിലെ കർഷകരെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നതെന്നും M. മുകുന്ദൻ. കുഴൽമന്ദം പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് കർഷക മാർച്ച്. കേരളശ്ശേരി തടുക്കശ്ശേരി വെണ്ണടിയിൽ കോറിക്ക് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തം. ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പഞ്ചായത്ത് ലൈസൻസ് നൽകിയതെന്ന് ആക്ഷൻ കൗൺസിൽ. ലൈസൻസ് റദ്ദാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.